കിട്ടിയ സീറ്റ് നിലനിർത്താനും സീറ്റുകൾ തിരിച്ചു പിടിക്കാനും ഭൂരിപക്ഷം കൂട്ടാനുമൊക്കെയായി വലിയ തത്രപ്പാടിലാണ് മുന്നണികൾ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചാരണം അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് 2019 ഭൂരിപക്ഷ നില ഒന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആലപ്പുഴയിൽ ഇടതിന്റെ ഏക സീറ്റാണ് AM ആരിഫ് അന്ന് ജയിച്ചത്. 10,000-ലേറെ വരുന്ന ഭൂരിപക്ഷത്തിന്. 10,000-ലേറെ വരുന്ന ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ 2019 ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയത് ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴ കഴിഞ്ഞ് നേരെ ആലത്തൂരിലേക്ക് വന്നാൽ വലിയ അട്ടിമറി നടന്ന മണ്ഡലമാണ്. ഇടത് കോട്ട എന്നൊക്കെ വ്യാഖ്യാനിക്കാമായിരുന്ന മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത് 1,58,000-ലേറെ വരുന്ന വലിയ ഭൂരിപക്ഷത്തിന്. ആലത്തൂർ കഴിഞ്ഞ് ആറ്റിങ്ങലിലേക്ക് പോയാൽ അവിടെ അടൂർ പ്രകാശ് സീറ്റ് തിരിച്ചുപിടിച്ചത്, ഇടതുപക്ഷത്തു നിന്ന് തിരിച്ചുപിടിച്ചത് 38,000-ലേറെ വരുന്ന ഭൂരിപക്ഷത്തിനാണ് അടൂർ പ്രകാശ് അന്ന് ജയിച്ചു കയറിയത് 2019. അത് കഴിഞ്ഞ് ചാലക്കുടിയിലേക്ക് പോയാൽ ബെന്നി ബെഹനാൻ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നസെന്റിനെ അന്ന് തോൽപ്പിച്ചത് 1,32,000-ലേറെ വരുന്ന വലിയ ഭൂരിപക്ഷത്തിനും. ചാലക്കുടി കഴിഞ്ഞ് എറണാകുളത്തേക്ക് എത്തിയാൽ ഹൈബി ഈഡൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലവിലെ മന്ത്രിയായ P. രാജീവ് ഇടത് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് 1,69,000-ലേറെ വരുന്ന വലിയ ഭൂരിപക്ഷത്തിന്. എറണാകുളം കഴിഞ്ഞ് അടുത്ത മണ്ഡലം ഇടുക്കിയിലേക്ക് പോയാൽ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന ജോയ്സ് ജോർജിനെ ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിച്ചത് ഏതാണ്ട് വലിയ ഭൂരിപക്ഷമാണ്, 1,71,000-ലേറെ വരുന്ന വോട്ടുകൾക്ക്. ഇടുക്കി കഴിഞ്ഞ് പിന്നെ കണ്ണൂരിലേക്ക് എത്തിയാൽ കണ്ണൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന P.K. ശ്രീമതിയെ K. സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി അന്ന് തോൽപ്പിച്ചത് 2019 തോൽപ്പിച്ചത് ഏതാണ്ട് 94,559 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. കണ്ണൂർ കഴിഞ്ഞ് കാസർകോട്ടേക്ക് എത്തിയാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ അപ്രതീക്ഷിതമായ ഒരു ജയങ്ങളിൽ ഒന്നായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ അന്നത്തെ ഭൂരിപക്ഷം 40,438 എന്ന കംഫർട്ടബിൾ ആയ ഒരു മെജോറിറ്റിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തേക്ക് എത്തിയാൽ RSPയുടെ സീറ്റാണ്. NK പ്രേമേന്ദ്രൻ തുടർച്ചയായി ജയിച്ച സീറ്റാണ്. NK പ്രേമേന്ദ്രന്റെ കഴിഞ്ഞ തവണത്തെ 2019 ഭൂരിപക്ഷം 1,48,856 എന്ന വലിയ ഭൂരിപക്ഷത്തിന് തന്നെയാണ് പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് എത്തിയത്. ഇനി കൊല്ലം കഴിഞ്ഞ് കോട്ടയത്തേക്ക് എത്തിയാൽ അവിടെ അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഇന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്ന തോമസ് താഴികാടൻ ഏതാണ്ട് 1,06,000-ലേറെ വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ മന്ത്രി VN വാസവനെ തോൽപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ NK രാഘവൻ 2019 സിറ്റിംഗ് MP ആയിരുന്നു. ഏതാണ്ട് 85,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന NK രാഘവന് കിട്ടിയിരുന്നത്. ഇനി മലപ്പുറത്തേക്ക് എത്തിയാൽ ലീഗിന്റെ സീറ്റാണ്. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു 19 മത്സരിച്ചിരുന്നത്. ലീഗിന്റെ മലപ്പുറത്തെ അന്നത്തെ ഭൂരിപക്ഷം 2,60,000 വോട്ടുകൾ. കുഞ്ഞാലിക്കുട്ടി എന്ന വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയത്. മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി ജയിക്കുന്ന അല്ലെങ്കിൽ മാവേലിക്കര മണ്ഡലത്തിൽ അവിടെ 61,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് CPI സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിനെ കൊടിക്കുന്നിൽ സുരേഷ് തോൽപ്പിച്ചത്. ഇനി മാവേലിക്കര കഴിഞ്ഞാൽ പാലക്കാട്ടാണ്. പാലക്കാട്ടും അന്ന് അട്ടിമറി ജയമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ മന്ത്രി MB രാജേഷിനെ VK ശ്രീകണ്ഠൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് തോൽപ്പിച്ചത് 11,000-ലേറെ വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. ഇനി പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ അവിടെ ആന്റോ ആന്റണി അന്ന് നിലവിലെ MP ആയിരുന്നു. 2019 വീണ ജോർജ് നിലവിലെ മന്ത്രിയായ വീണ ജോർജിനെ തോൽപ്പിച്ചത് 44,000-ലേറെ വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. പത്തനംതിട്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊന്നാനിയിലേക്ക് പോകുന്നു. ET മുഹമ്മദ് ബഷീർ അന്ന് ജയിച്ചത് 1,93,000-ലേറെ വരുന്ന വലിയ ഭൂരിപക്ഷത്തിനാണ്. ഇന്ന് ET മുഹമ്മദ് ബഷീർ ഇത്തവണ പൊന്നാനിയിലാണ് മത്സരിക്കുന്നതും. പൊന്നാനി കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ തുടർച്ചയായ 4ാം ജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന ശശി തരൂർ കഴിഞ്ഞ തവണ 2019 ജയിച്ചു കയറിയത് 99,000 ഏതാണ്ട് 1,00,000-ഓളം അടുക്കുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത്. തിരുവനന്തപുരം കഴിഞ്ഞ് പിന്നെ തൃശ്ശൂരിലേക്ക് എത്തിയാൽ TN പ്രതാപൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപൻ അന്ന് ജയിച്ചു കയറിയത് ഏതാണ്ട് 93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും. ഒപ്പം വടകരയിലേക്ക് വന്നാൽ അന്ന് K. മുരളീധരൻ അപ്രതീക്ഷിതമായി വടകരയിലേക്ക് 2019 മത്സരിക്കാനെത്തിയ K. മുരളീധരൻ അന്ന് കിട്ടിയത് 84,000-ലേറെ വരുന്ന 84,666 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. വടകര കഴിഞ്ഞാൽ പിന്നെ അന്ന് കേരളത്തിൽ 2019 ഒരുപക്ഷെ രാജ്യം തന്നെ ഉറ്റുനോക്കിയ മണ്ഡലത്തിലേക്കായിരുന്നു വയനാട്. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. 4,31,770 എന്ന റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു വയനാട്ടിൽ നിന്ന് കിട്ടിയത്. ഇത്തവണ എങ്ങനെയാകും കാര്യങ്ങളെന്ന് കണ്ടു തന്നെ അറിയാം.